കോൺഗ്രസ് അനുയായികൾ സർക്കാരിന് അക്കമിട്ട് മറുപടി പറയുന്ന വീഡിയോകൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. സ്ത്രീപീഡന വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും താനൊരു ഉറച്ച കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷത്തിനെതിരെ സർക്കാർ ഉന്നയിച്ച അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ CPM ഉന്നയിച്ച സൈബർ ആക്രമണങ്ങളെ കൃത്യമായി നേരിട്ടത്. ഓരോ വീഡിയോകളും വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഒടുക്കം പുറത്തു വന്നതും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി നടത്തിയ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോയായിരുന്നു. ഇന്നലെ മറുനാടൻ മലയാളി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമ്പൂർണ്ണ വീഡിയോയും നമ്മൾ നമ്മുടെ വാർത്തയിൽ കൊടുത്തിരുന്നു. എന്നാലും ഈ വീഡിയോകളിൽ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രാഹുൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണ് വാർത്ത പുറത്തുവിടുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെയും സൈബർ സെല്ലിൻ്റെയും നിർദ്ദേശപ്രകാരം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വീഡിയോ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുക എന്നാണ് രാഹുലിൻ്റെ ആരോപണം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രാഹുൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. രാഹുലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി ഇന്നലെ ഇട്ട വീഡിയോ സംസ്ഥാന സർക്കാരിൻ്റെയും സൈബർ സെല്ലിൻ്റെയും നിർദ്ദേശപ്രകാരം ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു. ഇനി നിങ്ങളത് സൈബർ ഇടത്തിൽ ആകെ നിരോധിച്ചാലും ജനം ആ പാട്ട് വീണ്ടും പാടും. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, ഇങ്ങനെ പേടിക്കാതെ എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീകോവിലിന് കാവൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കിലോ കണക്കിന് സ്വർണം കടത്തിയതും സ്വർണത്തിന് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തി ആസൂത്രിതമായി നടന്ന കൊള്ളയും വിവരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീഡിയോ. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന പാട്ടുപാടിക്കൊണ്ടാണ് രാഹുൽ വീഡിയോ തുടങ്ങിയത്. തുടർന്ന് നിരവധി ചോദ്യങ്ങൾ രാഹുൽ ഉന്നയിച്ചിരുന്നു. സ്വർണം പൂശാനായി നൽകിയ ശില്പങ്ങളിൽ നിന്നും 4.5 കിലോ സ്വർണം അപ്രത്യക്ഷമായത് എങ്ങനെ? സ്വർണത്തിന് പകരം രേഖകളിൽ ചെമ്പ് എന്ന് എഴുതി ചേർത്തതിന് പിന്നിലെ അമ്പലം വിഴുങ്ങികൾ ആര്? സ്വർണ്ണക്കടത്തിന്റെ സൂത്രധാരനെന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിൽ വഴിവിട്ട സഹായങ്ങൾ നൽകിയതാര്? മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും പ്രതിക്കൂട്ടിലാകുന്നത് എന്തുകൊണ്ട്? അന്വേഷണം മന്ത്രിമാരിലേക്ക് നീളുന്നു എന്ന് കണ്ടപ്പോൾ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് വാർത്താ റൂട്ട് മാറ്റാൻ ശ്രമിച്ചു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങളുടെ പൊരുളെന്ത്? വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലും കോവിഡ് കാലത്തും കൊള്ള നടത്തിയവർ അയ്യപ്പനെ വിറ്റുതുലച്ചോ എന്ന വിശ്വാസികളുടെ ചോദ്യത്തിന് ബാലറ്റിലൂടെ മറുപടി ഉണ്ടാകുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു. സ്വർണം കട്ടതാരപ്പ എന്ന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ സോണിയാഗാന്ധിയോടൊപ്പം പോറ്റിയെടുത്ത ചിത്രത്തെപ്പറ്റിയാണ് പിണറായി വിജയൻ പറയുന്നത്. ആ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ധൈര്യമുണ്ടോ? അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശ്രീമതി സോണിയാഗാന്ധിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണം നടത്താൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും രാഹുൽ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കൂടി പറഞ്ഞിരുന്നു. പിന്നെ പറയുന്നത് ബഹുമാനപ്പെട്ട അടൂർ പ്രകാശിനോടൊപ്പം ഈ സ്വർണം കടത്തിയ പോറ്റി ചിത്രമെടുത്തു എന്നുള്ളതാണ്. ഇവിടെ ചോദ്യം പോറ്റിക്കൊപ്പം ആരൊക്കെ ചിത്രമെടുത്തു എന്നുള്ളതാണോ ഫ്രണ്ട്സ്? പോറ്റി ആരുടെ സഹായത്താൽ സ്വർണം കടത്തി എന്നുള്ളതാണ്. ഒപ്പമുള്ള ചിത്രത്തെപ്പറ്റി ഒരു വാചകം പറയാം: ഒരാളോടൊപ്പം ചിത്രമെടുത്താൽ ആ ചിത്രമെടുത്തയാൾ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും നമ്മുടെ പേരിലാകുന്നത് എങ്ങനെയെന്നും രാഹുൽ ചോദിച്ചു. സ്വർണ്ണക്കടത്തിലെ പ്രധാന പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ തന്ത്രപ്രധാനമായ ചുമതലകൾ ഏൽപ്പിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണെന്നും രാഹുൽ വീഡിയോയിൽ ഓർമ്മിപ്പിച്ചിരുന്നു. എന്തായാലും പിണറായി വിജയൻ സർക്കാരിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ കുറുക്കുകൊള്ളുന്ന മറുപടിയായിരുന്നു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ. എന്തായാലും ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുന്നു. കേരള സൈബർ പോലീസിന്റെ അപേക്ഷയുടെ ഭാഗമായാണ് മെറ്റ ഈ വീഡിയോ റിമൂവ് ചെയ്തിരിക്കുന്നത്.